ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൻസുലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സ്കൂളിലേക്ക് കണ്ണനെയും നന്ദുവിനെയൊക്കെ വിട്ടതിന് ശേഷം ഏട്ടന് ഞാൻ റെഡി ആയിട്ട് ഗണപതി സിൽസ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ പാലക്കാട്. അപ്പോൾ ഷോപ്പ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നാണ്. നമ്മൾ കോയമ്പത്തൂരൊക്കെ ഇരിക്കുമ്പോൾ അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂർ ഗണപതി ഷോപ്പ് ഒരെണ്ണുണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാട് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓഫറുകൾ ഉണ്ടോ, ഓണത്തിൻ്റെ പർച്ചേസ് അവിടെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങൾ എങ്ങനെയുണ്ട്, ഓഫറൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓണം പർച്ചേസ് പറ്റി അവിടെ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഷോറൂമാണ് ശ്രീ ഗണപതി സിൽക്സ് നമ്മുടെ പാലക്കാട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. 76 വർഷത്തെ പട്ടിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ശ്രീ ഗണപതി സിൽക്സ് കേട്ടോ. അപ്പോൾ ഗണപതി സിൽക്സ് പാലക്കാട് വന്നതിൽ ഏറ്റവും ഹാപ്പിയാണ് കേട്ടോ. കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പട്ടുസാരി എടുക്കാനാണ് കൂടുതൽ പോവുക അല്ലേ. അപ്പോൾ എവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാഞ്ചീപുരം പട്ടുസാരി ആണെന്നൊക്കെയാണ് എല്ലാവരും പറയല്. അപ്പോൾ പട്ടുസാരി എടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും തമിഴ്നാടാണ് പോയിട്ട് പട്ടുസാരി എടുക്കുക, കല്യാണങ്ങൾക്കൊക്കെ കൂടുതൽ പർച്ചേസ്. അപ്പോൾ നമ്മളിത് ഇനി തമിഴ്നാട് പോയിട്ട് തപ്പേണ്ട ആവശ്യമില്ല. ശ്രീ ഗണപതി സിൽക്സ് തന്നെ നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമിഴ് ചായയുള്ള ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാലക്കാടൻ ഗ്രാമങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ തമിഴ് ടച്ച് എങ്ങനെ ആയാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തമിഴ്നാട് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോയമ്പത്തൂരത്തെ സാധനം ഇവിടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ തമിഴ് ടച്ചോട് കൂടിയിട്ടാണ് നമ്മുടെ ഗണപതി സിൽക്സ് ഇവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ഒരു വിനായകനും സായിബാബയുടെയൊക്കെ വിഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 23-ാം തീയതിയാണ് ഓപ്പൺ ആയത് കേട്ടോ ഷോപ്പ്. അപ്പോൾ ഇനി തിരുവോണം വരെ ഉണ്ട്, സെപ്റ്റംബർ തിരുവോണം വരെ നമുക്ക് ഏത് പർച്ചേസിനും ഗിഫ്റ്റ് ഉറപ്പാണ് കേട്ടോ. 1000 രൂപീസ് മുതൽ 10,000 രൂപീസ് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു വിളക്ക്, അതേപോലെ തന്നെ പ്രഷർ കുക്കർ, പിന്നെ റൈസ് കുക്കർ, അങ്ങനെ എല്ലാ മിക്സി ജാറ്, അങ്ങനെയൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1000 to 10,000 രൂപീസ് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൺഫേം ആയിട്ട് ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ ശ്രീ ഗണപതി സിൽക്സിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാനും ഇതേ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരുടെയും കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ ഞങ്ങളിതേ കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ 250 രൂപീസ് മുതൽ സാരീസൊക്കെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ആയിക്കോട്ടെ, ഷിഫോൺ ആയിക്കോട്ടെ, എല്ലാ തരം സാരികളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പട്ടിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് പോയിട്ടോ. അപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള സാരീസിൻ്റെയൊക്കെ. അപ്പോൾ കളക്ഷൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള സാരികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കലങ്കാരി അങ്ങനെയൊക്കെ നല്ല സാരി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ജീൻസിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയ പെൺകുട്ടികൾക്കുള്ള ടോപ്സൊക്കെ 250 രൂപീസ് മുതൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല മോഡേൺ ആയിട്ടുള്ള ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മെൻസിൻ്റെ വെയർ ആയിക്കോട്ടെ, ബേബീസിൻ്റെ ബോൺ ബേബീസിൻ്റെ ആയിക്കോട്ടെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എല്ലാം ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഫസ്റ്റ് ഫ്ലോറൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മൊത്തത്തിൽ നമ്മളങ്ങനെ കവർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഇഷ്ടംമാതിരി സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. പട്ട് സാരി, സോഫ്റ്റ് സാരി, അങ്ങനെ ഇഷ്ടംമാതിരി പേരുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്ര സാരീൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാരീസിൻ്റെ ഒരുപാട് പേരുകളും പഠിക്കാം, ഒരുപാട് കളക്ഷൻസുള്ള സാരികളും കാണാം കേട്ടോ. അങ്ങനെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ബൊമ്മയ്ക്ക് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.
വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ കാഞ്ചീപുരം സിൽക്സിൻ്റെയൊക്കെ ഒരു കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അതായത് ഇപ്പൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഈ സാരീസൊക്കെ പട്ടുസാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞ് ക്യാഷ് കിട്ടുന്നൊക്കെ. അത് ഇതുപോലുള്ള സാരികൾ കൊടുത്താലാണ് കേട്ടോ ക്യാഷ് കിട്ടുക. നമ്മൾ സാധാരണ 10-200 സാരികളൊക്കെ വാങ്ങിക്കൊടുത്താൽ കിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള കാഞ്ചീപുരം സിൽക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്യാഷൊക്കെ കിട്ടും. അതായത് വെള്ളി നൂലിലൊക്കെ ജരികയെന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാരീസാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ജ്യോതികയൊക്കെ ആക്ട്രസ് ജ്യോതികയൊക്കെ കെട്ടുന്ന പോലത്തെ സാരികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്യോതിക കിട്ടുന്ന സാരിയാണ്, അതേ മോഡലുള്ള സാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷേ അതേ സാധനം തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല പിങ്ക് ഷെയ്ഡ്, അതേപോലെ ഗോൾഡൻ കളറിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കണ്ടോ, ഇതൊക്കെ ഒരു സൈസ് ഒരു മോഡൽ സാരികളാണ് കേട്ടോ ഇത് മൊത്തം. പിന്നെ ആ സാരി സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പട്ടുപാവാടകൾ, ലെഹങ്കകൾ, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള വേണ്ട സാധനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ മെറ്റീരിയൽ ആയിക്കോട്ടെ, റെഡിമെയ്ഡ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നമ്മുടെ ഗണപതി സിൽക്സ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് മൊത്തം നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 3rd ഫ്ലോറിലേക്കാണ് കേട്ടോ പോകുന്നത്. 3rd ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ബേബീസിൻ്റെ ഡ്രസ്സ് മുതൽ മെൻസ് വെയർ മൊത്തം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം കേട്ടോ, മെൻസിൻ്റെയൊക്കെ. അപ്പോൾ ഏട്ടൻ ഷർട്ട് തപ്പി മടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഫ്രീ ആയിട്ട് നമുക്ക് വന്നിട്ട് എടുക്കാം, ഫാമിലിയിൽ എല്ലാവരും വിളിച്ചിട്ട് വന്നിട്ട് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ 1000 റുപ്പീസിൻ്റെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തതെന്ന് വേണ്ടി ഞാൻ 2-3 സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേബീസിൻ്റെ. അത് നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ല തമിഴ് പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തമിഴ് സ്ലാങ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതേപോലെ നമ്മുടെ പാലക്കാടുള്ള ഒരുപാട് പേരും വർക്കേഴ്സായിട്ട് പുതിയതായിട്ട് ജോലി ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസാണ്, അടിപൊളി കളക്ഷൻസാണ്. നമ്മുടെ ഓണത്തിന് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് ഗണപതി സിൽക്സ്. അപ്പോൾ എല്ലാവരും പോയിട്ട് എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ തിരുവോണം വരെ ഉണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് എന്തായാലും ഉറപ്പാണ്, ആർക്കും ഗിഫ്റ്റ് ഇല്ലാതെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല കേട്ടോ. 1000 റുപ്പീസ് മുതൽ 10,000 റുപ്പീസ് വരെ പർച്ചേസ് ചെയ്യുന്ന, അതിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. പക്ഷേ മിനിമം 10,000 to 10,000 പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് തിരുവോണം ദിവസം വരെ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്ട് എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. 3rd ഫ്ലോറിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെൻസിൻ്റെ ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള മുണ്ടും ഷർട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കല്യാണ ചെറുക്കന്മാരൊക്കെ ഇപ്പോൾ അത് ഇടുന്നത് ഞാൻ ഒരു വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കോട്ട്, സൂട്ട്, കുട്ടികൾക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഇഷ്ടംമാതിരി കളക്ഷൻസാണ്. അപ്പോൾ അതെല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നും മേടിക്കേണ്ടേ വേണ്ടിയിട്ട് 1000 റുപ്പീസിൽ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ചേഞ്ചൊക്കെ വാങ്ങിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ അതേ ഏട്ടൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, 1200 മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്തെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടത് കൊണ്ട് പർച്ചേസ് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അടുത്തത് പോകുന്നത് കേട്ടോ. അപ്പോൾ 1500 നമുക്ക് ബില്ല് ചെയ്തിരിക്കുന്നത്. പക്ഷേ നെറ്റ് എമൗണ്ട് വന്നിട്ട് 1200 മാത്രമാണ് അവർ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെറിയ ഡിസ്കൗണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അത് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് വിളക്കാണെന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചിയാണ് പറഞ്ഞത് ഇത് വിളക്കാണെന്ന്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ വിളക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അത് ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ധൃതി, ഇത് എന്ത് വിളക്കായിരിക്കും, കാമാക്ഷി വിളക്കാണോ ഇല്ലെങ്കിൽ എന്ത് ഗജലക്ഷ്മി വിളക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ചെറിയൊരു കുട്ടി നിലവിളക്കായിരുന്നു കേട്ടോ. ക്യൂട്ടായിട്ട്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, വെയിറ്റ്ലെസ് ഒന്നല്ല. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വിളക്ക്, എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റിയൊരു വിളക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ആദ്യം കിട്ടിയ ഒരു വെള്ളിയാഴ്ച ഉള്ള ഗിഫ്റ്റാണ് കേട്ടോ ഈ വിളക്ക്. ഈ വിളക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്ന വിളക്ക്. അപ്പോൾ നല്ലൊരു വിളക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് 1000 റുപ്പീസിന് പർച്ചേസ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിളക്കോ ഇല്ലെങ്കിൽ മിക്സി ഗ്രൈൻഡറോ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റൈസ് കുക്കർ ഉറപ്പാണ് കേട്ടോ. അങ്ങനെ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒരു ചെറിയ നിലവിളക്കുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഓണായിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതും ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഡേ എനിക്ക് ഈ വിളക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലത്തെ വിളക്ക് വാങ്ങിക്കോളൂ. ബൈ. അങ്ങനെ നമ്മുടെ
പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവായി. അപ്പോൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1200 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് കണ്ടു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വിളക്ക് കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച എന്തെങ്കിലും വിളക്ക് കിട്ടിയിൽ വളരെ ഹാപ്പി. അപ്പോൾ 2 ആയി. അപ്പോൾ ഗണപതി സിൽക്സിൽ എല്ലാവരും ഓണത്തിന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.